വിദ്യാർത്ഥികളെ സാമ്പത്തിക തട്ടിപ്പ് സംഘം ചൂഷണം ചെയ്യുന്ന ഞെട്ടിക്കുന്ന വിവരങ്ങൾ മാതൃഭൂമി ന്യൂസ് പുറത്തുവിടുന്നു. തട്ടിപ്പ് സംഘം വിദ്യാർത്ഥികളെ കൊണ്ട് ബാങ്ക് അക്കൗണ്ട് എടുപ്പിച്ച് പണം കൈമാറ്റത്തിന് ഉപയോഗിക്കുന്ന വിവരങ്ങളാണ് കോഴിക്കോട് വടകരയിൽ നിന്ന് പുറത്തുവരുന്നത്. ഇങ്ങനെ അക്കൗണ്ടിൽ പണം എത്തിയ 4 പേരെ ഭോപ്പാൽ പോലീസ് അറസ്റ്റ് ചെയ്ത് ജയിലിലടച്ചു. മാതൃഭൂമി ന്യൂസ് ബ്രേക്കിംഗ്. തട്ടിപ്പ് ഇന്റർനാഷണൽ കാർഡില്ലേ ATM-ൻ്റെ ആ കാർഡ് കൊടുത്തിട്ട് അതിൻ്റെ ഒരു കമ്പനിക്കാരൻ്റെ കേസിലെടുത്തുക. അപ്പോൾ അവന് കൊടുത്തിട്ട് അയാൾ ഫണ്ട് അടിച്ചിട്ട് അക്കൗണ്ടിലേക്ക് ഫണ്ട് ചെയ്തിട്ട് ദുബായിൽ നിന്നാണ് ഗൾഫിൽ നിന്ന് പിൻവലിച്ചിട്ടാണുള്ളത്. ആ 10,000 രൂപ വരുന്നതാണ് ഒരു ATM കാർഡ്. 10,000 രൂപ തരുന്നു. ആ കമ്മീഷൻ. പിന്നെ ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ അറിയുന്നത് ഇപ്പം പിടിച്ചു കഴിഞ്ഞാൽ. എത്ര പൈസ ട്രാൻസാക്ഷൻ? ചിലയാൾ അക്കൗണ്ടിൽ 7 ലക്ഷം, ചിലയാളിൽ 4 ലക്ഷം അങ്ങനെയാണോ. എൻ്റെ കാർഡിൽ എത്ര വന്നിരിക്കുന്നു ആദ്യം? എൻ്റെ ഇതിൽ 7 ലക്ഷം. അതിന് എത്ര സമയം ഉണ്ടായിരുന്നു അക്കൗണ്ടിൽ? കുറച്ച് സമയമാണല്ലോ, ഒരു 5 മിനിറ്റ് ഉണ്ടാവും. തന്നെ വേറെ അക്കൗണ്ടിലേക്ക് മാറും? ഇല്ല, വിഡ്രോ ചെയ്യും. അത് ദുബൈയിൽ നിന്നാണ് വിഡ്രോ ചെയ്യുന്നത്. വിവരങ്ങളുമായി മുഹമ്മദ് ഷഹീദ് ചേരുന്നു. ഷഹീദ്, ഗുഡ് മോർണിംഗ്. ഏറ്റവും ആദ്യം ഞാൻ ഷഹീദിനോട് ചോദിക്കട്ടെ, ഈ തട്ടിപ്പ് ഇതേത് തരത്തിലാണ്? വിദ്യാർത്ഥികളോട് ബാങ്ക് അക്കൗണ്ട് എടുക്കാൻ പറഞ്ഞ ശേഷം അതിലേക്ക് പണം നിക്ഷേപിക്കുന്നു എന്നാണല്ലോ പറയുന്നത്. ഇതാരാണ് പറയുന്നത്? ഇതേത് തരത്തിലാണ്? കാരണം ഈ വിദ്യാർത്ഥികളൊക്കെ കരുതിയിരിക്കേണ്ടതുണ്ട് എന്നതുകൊണ്ട് തന്നെ ഒരു അവബോധവും ആവശ്യമാണ്. ഗുഡ് മോർണിംഗ് മോത്തി. തീർച്ചയായും അത് കൃത്യമായും ബോധവൽക്കരണം ഉണ്ടാകേണ്ടതുണ്ട്. വിദ്യാർത്ഥികളും പൊതുജനങ്ങളൊക്കെ അറിയേണ്ടതുണ്ട്. കാരണം ഈ ഓൺലൈൻ തട്ടിപ്പ് സംഘങ്ങളെക്കുറിച്ച് നമ്മളെല്ലാം വാർത്തകൾ ചെയ്തിട്ടുണ്ട്. പല തട്ടിപ്പുകൾ നടക്കുന്നുണ്ട്. പല ആളുകളുടെയും കോടികൾ അങ്ങനെ തട്ടിപ്പ് നടത്തി സംഘം കൈക്കലാക്കുന്നുണ്ട്. പക്ഷേ ഇങ്ങനെ തട്ടിപ്പ് നടത്തുന്ന സംഘം ഈ വിദ്യാർത്ഥികളെ ആണ് ഇതിന് കരുക്കളാക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഞെട്ടിക്കുന്ന ഒരു കാര്യം. അതായത് ഈ വിദ്യാർത്ഥികൾ, നമുക്കറിയാം, ഇപ്പോൾ ഈ വടകരയിൽ പിടിയിലായ അല്ലെങ്കിൽ ഇതിൻ്റെ ഇരകളാക്കപ്പെട്ട കരുക്കളാക്കപ്പെട്ട വിദ്യാർത്ഥികൾ ഡിഗ്രി വിദ്യാർത്ഥികളാണ്. 18, 19, 20 ഒക്കെ വയസ്സുള്ള കുട്ടികളാണ്. സ്വാഭാവികമായും കോളേജ് പഠനകാലത്ത് അവർക്ക് കൂടുതൽ പണമൊക്കെ അവർ ഒരുപക്ഷെ പലരും ആവശ്യപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടാകും, അല്ലെങ്കിൽ അവർ അത് ആഗ്രഹിക്കുന്ന സാഹചര്യം ഉണ്ടാകും. ഇത് ചൂഷണം ചെയ്യുകയാണ് ഈ തട്ടിപ്പ് സംഘം ചെയ്യുന്നത്. ഈ വിദ്യാർത്ഥികളുമായി ബന്ധമുള്ള ചില ഏജന്റുമാരുണ്ടാവും. സ്വാഭാവികമായും വിദ്യാർത്ഥികൾക്ക് അത്തരം ചില സൗഹൃദങ്ങളുമൊക്കെ പലയിടങ്ങളിലും ഉണ്ടാവും. ഇത്തരം സൗഹൃദങ്ങളിലേക്ക് ഈ തട്ടിപ്പ് സംഘങ്ങൾ നുഴഞ്ഞു കയറുകയാണ് ആദ്യം ചെയ്യുന്നത്. അങ്ങനെ അവരെ പ്രലോഭിപ്പിക്കുന്നു. അതായത് ഒരു ബാങ്ക് അക്കൗണ്ട് എടുക്കാൻ വേണ്ടി അവരെ പ്രലോഭിപ്പിക്കുന്നു. അങ്ങനെ എടുത്തു കഴിഞ്ഞാൽ അതിന് കമ്മീഷൻ ലഭിക്കും എന്നുള്ളതാണ്. ആദ്യപടിയായി ബാങ്ക് അക്കൗണ്ട് എടുപ്പിക്കുകയാണ് അവരെ കൊണ്ട് ചെയ്യുന്നത്. പണം നൽകാമെന്ന് അവരോട് പറയുന്നു. നിങ്ങളൊന്നും അറിയേണ്ടതില്ല, ബാങ്ക് അക്കൗണ്ട് എടുത്താൽ മതി, ബാക്കി കാര്യങ്ങൾ ഞങ്ങൾ ഡീൽ ചെയ്തോളാം എന്നാണ് ഈ തട്ടിപ്പ് സംഘം അവർക്ക് നൽകുന്ന വാഗ്ദാനം. പകരമായി നിങ്ങൾക്ക് കമ്മീഷനായി പണം ലഭിക്കും. അങ്ങനെ ആദ്യമായി ബാങ്ക് അക്കൗണ്ടുകൾ എടുക്കുന്നു. ആ ബാങ്ക് ഒരു അക്കൗണ്ട് എടുത്താൽ തന്നെ 10,000 രൂപ ഒരു വിദ്യാർത്ഥിയുടെ കയ്യിലേക്ക് എത്തുന്നു. അത് ഒരു വിദ്യാർത്ഥി കാലഘട്ടത്തിൽ മോഹിപ്പിക്കുന്ന ഒരു പണം തന്നെയാണ്. അങ്ങനെ 10,000 രൂപ കയ്യിലേക്ക് എത്തുന്നു. പിന്നീട് ഈ അക്കൗണ്ട് ഈ വിദ്യാർത്ഥിയുമായി യാതൊരു ബന്ധവുമില്ല. അതായത് ഇതിൻ്റെ അക്കൗണ്ട് ഡീറ്റെയിലും ATM കാർഡ് ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾ ഈ തട്ടിപ്പ് സംഘത്തിൻ്റെ കയ്യിലാണ് പിന്നീട് ഉണ്ടാകുന്നത്. അതുവഴിയാണ് ഈ ഓൺലൈൻ തട്ടിപ്പ് നടത്തുന്ന മറ്റെവിടെയെങ്കിലുമൊക്കെ ഓൺലൈൻ വഴി നടത്തുന്ന തട്ടിപ്പിലൂടെ ലഭിക്കുന്ന പണം ഈ അക്കൗണ്ടിലേക്കാണ് ആദ്യമായി ഫസ്റ്റ് ട്രാൻസാക്ഷൻ നടത്തുന്നത്. അതായത് ഈ തട്ടിപ്പ് സംഘം പോലീസിൻ്റെ കെണിയിൽ പെടാതിരിക്കാൻ വേണ്ടിയാണ് ഈ വിദ്യാർത്ഥികൾ ഇതിനെ കരുക്കളാക്കുന്നത്. അങ്ങനെ വിദ്യാർത്ഥികളുടെ ഈ അക്കൗണ്ടുകളിലേക്കാണ് ഈ തട്ടിപ്പിൻ്റെ പണം എത്തുന്നത്. അങ്ങനെയാണ് ലക്ഷക്കണക്കിന് രൂപ ഈ വടകരയിലെ വിദ്യാർത്ഥികളുടെ അക്കൗണ്ടിലേക്ക് എത്തിയിട്ടുള്ളത് എന്നുള്ളതാണ്. 7 ലക്ഷവും 4 ലക്ഷവും 10 ലക്ഷവും ഒക്കെ എത്തിയിട്ടുണ്ട്. അത് ഉടൻ തന്നെ അവർ മറ്റ് ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് ട്രാൻസാക്ഷൻ നടത്തുകയും ചെയ്യും, അത് കൈമാറ്റം ചെയ്യുകയും ചെയ്യും. പക്ഷേ അങ്ങനെ ഒരു കൈമാറ്റം നടത്തുന്ന സമയത്ത് അതിലും ഒരു കമ്മീഷൻ ഈ വിദ്യാർത്ഥികൾക്ക് ലഭിക്കുന്നൊരു സാഹചര്യം. ഇങ്ങനെ മോഹവലയത്തിൽ പെടുത്തിയാണ് വടകരയിലെ 4 വിദ്യാർത്ഥികളാണ് ഇപ്പോൾ മധ്യപ്രദേശ് പോലീസിൻ്റെ കസ്റ്റഡിയിലുള്ളത്. ഭോപ്പാൽ പോലീസ് ഇപ്പോൾ ഇവരെ കഴിഞ്ഞ ദിവസം വടകരയിലെത്തി അറസ്റ്റ് ചെയ്തിരിക്കുകയാണ്. അവരിപ്പോൾ അവിടെ ജയിലിൽ കഴിയുകയാണ്. വിദ്യാർത്ഥികൾ ഈ ഭോപ്പാൽ പോലീസ് എത്തി വീട്ടിലെത്തിയാണ് അറസ്റ്റ് ചെയ്യപ്പെടുന്നത്. വീട്ടുകാരും വിദ്യാർത്ഥികളും ഒക്കെ അപ്പോഴാണ് ഈ തട്ടിപ്പിൻ്റെ ആഴം, തങ്ങൾ അകപ്പെട്ടിരിക്കുന്ന കെണിയുടെ ആഴം അവർക്ക് മനസ്സിലാകുന്നത് എന്നുള്ളത് തന്നെയാണ്. ഏതായാലും ഇപ്പോൾ അവർ ആകപ്പെട്ടിരിക്കുന്നത്, ഇപ്പോൾ നമ്മോട് സംസാരിക്കുന്നത് ഈ പ്രദേശത്ത് തന്നെയുള്ള വിദ്യാർത്ഥികളാണ്. അതായത് ഈ 4 വിദ്യാർത്ഥികൾക്ക് പുറമെ മറ്റ് നിരവധി വിദ്യാർത്ഥികളും സമാനമായ രീതിയിൽ അവരുടെ ബാങ്ക് അക്കൗണ്ടുകളും ATM കാർഡും ഒക്കെ ഈ തട്ടിപ്പ് സംഘത്തിൻ്റെ കയ്യിലുണ്ട്. അതിൽപ്പെട്ട ഒരു വിദ്യാർത്ഥിയാണ് നമ്മോട് ഈ കാര്യം സംസാരിച്ചത് എന്നുള്ളത് തന്നെയാണ്. അതായത്
ഈ പണം മോഹിപ്പിച്ച് വിദ്യാർത്ഥികളെ ഇങ്ങനെ വലയിലാക്കുന്ന സംഘം അതിവ്യാപകമായി പ്രവർത്തിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നമ്മൾ ഈ ഒരു വിദ്യാർത്ഥിയാണെന്ന് മാത്രമല്ല മറ്റ് ചില വിദ്യാർത്ഥികൾ കൂടി ഇതേ സമാനമായ രീതിയിൽ ഞാൻ മനസ്സിലാക്കുന്ന ഏകദേശം 40ഓളം വിദ്യാർത്ഥികൾ ഈ വടകര വില്യാപ്പള്ളി ഏരിയയിൽ മാത്രമായി ഈ തട്ടിപ്പ് സംഘത്തിന്റെ കെണിയിൽ പെട്ടിട്ടുണ്ട് എന്നുള്ളതാണ് കൂടുതൽ വിദ്യാർത്ഥികൾ പ്രതികരിക്കുന്നുണ്ട്. സൗഹൃദം സ്ഥാപിച്ചെടുത്തതിന് ശേഷമാണോ ഈ അക്കൗണ്ടുകൾ തുറക്കാനായി അവരെ ആവശ്യപ്പെടുന്നത്? തീർച്ചയായും സ്വാഭാവികം. ഞാൻ നേരത്തെ സൂചിപ്പിച്ചല്ലോ, ഈ വിദ്യാർത്ഥി കാലഘട്ടത്തിൽ അവർക്ക് സൗഹൃദങ്ങളുണ്ടാകും. ഈ സൗഹൃദത്തിലേക്ക് അവർക്ക് മുമ്പ് എപ്പോഴെങ്കിലും അവരുമായി ഏതെങ്കിലും തരത്തിൽ കണക്ഷനുള്ള ചില ആളുകൾ, അങ്ങനെയുള്ള ആളുകളാണ് ഇവരുമായി ബന്ധം സ്ഥാപിക്കുന്നത്. ഞാൻ മനസ്സിലാക്കിയതോളം ഈ വടകരയിൽ ഈ തട്ടിപ്പിന് കൊടുവള്ളി കേന്ദ്രമായി പ്രവർത്തിക്കുന്ന രണ്ടാളുടെ പേരുകൾ അവർ പറയുന്നുണ്ട്. ഒരു ഡാനിഷ് എന്ന പേരും ഒരു ഫയാസ് എന്നുള്ള പേരും. ഈ 2 വ്യക്തികളാണ് ഈ തട്ടിപ്പിന് നേതൃത്വം നൽകിയിരിക്കുന്നത് എന്നുള്ളതാണ് അവർ പറയുന്നത്. അതായത് ഈ വലിയ ഈ ഓൺലൈൻ തട്ടിപ്പ് സംഘത്തിന്റെ ഏജന്റുമാരായാണ് ഇവർ പ്രവർത്തിക്കുന്നത്. ATM കാർഡുകൾ ഇവരുടെ കൈവശത്തിലേക്ക് പോയി കഴിഞ്ഞാൽ അതുവഴി ട്രാൻസാക്ഷൻ നടത്താൻ വേണ്ടിയുള്ള ഒരു മാധ്യമം, ഒരു വഴി തുറക്കുകയാണ് എന്നുള്ളതാണ്. അതിനുള്ള ഏജന്റുമാരായി കൊടുവള്ളി കേന്ദ്രീകരിച്ച് ഉള്ള ഈ 2 പേർ പ്രവർത്തിക്കുന്നതാണ് മനസ്സിലാക്കുന്നത്. നമ്മൾ ആദ്യം ഇപ്പോൾ സംസാരിച്ച കുട്ടിയുടെ പണം അത് പിൻവലിച്ചത് ദുബൈയിൽ എന്നാണ് പോലീസിനുമൊക്കെ മനസ്സിലാക്കാൻ സാധിച്ചത്. ആ കുട്ടി നമ്മളോട് പറയുകയും ചെയ്യുന്നുണ്ട്. അതായത് ഈ തട്ടിപ്പ് ശൃംഖല അതിവിപുലമായ രീതിയിൽ പ്രവർത്തിക്കുന്നുണ്ട് എന്നുള്ളത് തന്നെയാണ്. അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികൾ അതിജാഗ്രതയോടുകൂടി ഇരിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്. ഒപ്പം തന്നെ രക്ഷിതാക്കളും ഇക്കാര്യത്തിൽ ഏതെങ്കിലും തരത്തിൽ വിദ്യാർത്ഥികൾ ഈ രീതിയിൽ സാമ്പത്തിക കെണിയിൽ, ഈ തട്ടിപ്പ് സംഘത്തിന്റെ കെണിയിൽപ്പെടുന്നുണ്ടോ എന്ന് അന്വേഷിക്കേണ്ടതുണ്ട്. കാരണം വിവിധ സംസ്ഥാനങ്ങളിൽ രജിസ്റ്റർ ചെയ്യുന്ന കേസുകളായിരിക്കും. അവിടുത്തെ പോലീസ് വന്ന് വിദ്യാർത്ഥികളെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുന്ന സാഹചര്യം അത് അതീവ ഗുരുതരം തന്നെയാണ്. ഈ പ്രദേശത്ത് കൂടുതൽ കുട്ടികൾ സമാനമായ രീതിയിൽ തട്ടിപ്പിന് ഇരയായിട്ടുണ്ട്. അതിൽപ്പെട്ട മറ്റൊരു വിദ്യാർത്ഥി കൂടി അവരുടെ അനുഭവം നമ്മോട് പറയുന്നുണ്ട്. മോത്തി, ഇങ്ങനെ ഒരു ബാങ്ക് അക്കൗണ്ട് ഉണ്ടാക്കി കഴിഞ്ഞിട്ട് അതിന് ATM കാർഡ് മാസ്റ്റർ പ്ലാറ്റിനം കാർഡ് ആണെന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ എല്ലാം റെഡി ആയി കഴിഞ്ഞാൽ ഇങ്ങനെ പൈസ വരുമെന്നാണ്. അതിനെപ്പറ്റി കറക്റ്റ് എനിക്ക് അറിയില്ല. ഞാൻ ചോദിച്ചു ഇതുപോലത്തെ എന്താ പ്രശ്നം ഉണ്ടാവുന്നല്ലോ ചോദിച്ചു. പറഞ്ഞു വലിയ പ്രശ്നമൊന്നും ഇല്ല എന്നല്ല പറഞ്ഞു. കാർഡ് എടുത്ത് കൊടുത്തിരുന്നു, പിന്നെ നിർത്തിയതാണ്. കാര്യങ്ങൾ മനസ്സിലായാലും 2 പ്രാവശ്യമായിട്ട് വന്ന് ഒരു 98 ഫസ്റ്റ് വന്നിരുന്നു. സെക്കൻഡ് ഇത്തരം വന്നതെന്ന് അറിയില്ല. പിന്നെ ഇതിൻ്റെ ഇത് പോക്കിയിട്ടുണ്ടായിരുന്നു. ഏത് ബാങ്കായിരുന്നു? ബാങ്ക് കനറ. ഇത് ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം മോത്തി, ഇത് വടകരയിൽ മാത്രം അല്ല ഈ തട്ടിപ്പ് നടന്നിട്ടുള്ളൂ എന്നുള്ളത് തന്നെയാണ്. സംസ്ഥാനത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ വിദ്യാർത്ഥികളെ കേന്ദ്രീകരിച്ച് വലവിരിക്കാൻ വേണ്ടി ഈ തട്ടിപ്പ് സംഘം വിപുലമായ രീതിയിലുള്ള ഒരു പ്ലാനും പദ്ധതിയും തയ്യാറാക്കിയിട്ടുണ്ട്. അതവർ കുറേയൊക്കെ മുന്നോട്ട് കൊണ്ടുപോവുകയും ചെയ്തിട്ടുണ്ട്. നമ്മൾ പോലീസുമായൊക്കെ അന്വേഷിക്കുമ്പോൾ കേരള പോലീസ് വടകര വിഷയവുമായി ബന്ധപ്പെട്ട് കേരള പോലീസ് കേസൊന്നും എടുത്തിട്ടില്ല. അവർക്ക് മുന്നിൽ പരാതിയൊന്നും വന്നിട്ടില്ല. പക്ഷേ മറ്റ് ചിലയിടങ്ങളിലൊക്കെ സമാനമായ ചില കേസുകൾ സംസ്ഥാന പോലീസിൻ്റെ ഭാഗമായി ചില പ്രാദേശിക ലോക്കൽ സ്റ്റേഷനിലൊക്കെ എടുത്തിട്ടുണ്ട്. നമ്മൾ അവരുമായൊക്കെ ബന്ധപ്പെടുന്ന സമയത്ത് അവിടങ്ങളിലൊക്കെ സംസ്ഥാനത്തിൻ്റെ വിവിധ ഇടങ്ങളിൽ സമാനമായ രീതിയിൽ കുട്ടികളെ കേന്ദ്രീകരിച്ചുകൊണ്ട് ഈ രീതിയിൽ അവരുടെ ബാങ്ക് അക്കൗണ്ടുകൾ എടുപ്പിച്ച് ATM-ഉം അവരുടെ മറ്റു വിവരങ്ങളുമൊക്കെ കൈവശപ്പെടുത്തി അതിലൂടെ കള്ളപ്പണ ഇടപാടുകളും തട്ടിപ്പ് പണത്തിൻ്റെ ഇടപാടുകളുമൊക്കെ നടത്തുന്നുണ്ട് എന്നുള്ള ഒരു വിവരം കൂടി നമുക്ക് ലഭിക്കുന്നുണ്ട്. പക്ഷേ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇതിൽ ഈ കുട്ടികളാണ് അവസാനത്തെ കണ്ണി. അതായത് ഈ തട്ടിപ്പ് സംഘത്തിൻ്റെ കണ്ണി ചേർക്കപ്പെടുന്ന ഇരകളാക്കപ്പെടുന്ന ഈ കുട്ടികളാണ് അവസാന ഘട്ടത്തിൽ കുടുങ്ങുന്നത് എന്നുള്ളതാണ്. ഇതിൻ്റെ ഇടനിലക്കാരായ ആളുകൾ പലപ്പോഴും രക്ഷപ്പെടുന്ന ഒരു സാഹചര്യമുണ്ട്. അതുകൊണ്ട് തന്നെ സംസ്ഥാന പോലീസിൻ്റെ ഭാഗത്തു നിന്നും അല്ലെങ്കിൽ സംസ്ഥാന സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും ഇക്കാര്യത്തിൽ ഒരു അടിയന്തരമായ ഇടപെടൽ ഉണ്ടാകേണ്ടതുണ്ട്. സംസ്ഥാനത്ത് ഏത് രീതിയിലാണ് നമ്മുടെ വിദ്യാർത്ഥികളെ വലവിരിച്ചുകൊണ്ട് ഈ തട്ടിപ്പ് സംഘം പ്രവർത്തിക്കുന്നത് എന്ന് സംബന്ധിച്ചുള്ള ഒരു അന്വേഷണം നടത്തേണ്ടതുണ്ട്. അങ്ങനെ നടത്തിയാൽ മാത്രമേ ഇതിൻ്റെ ഏജന്റുമാരായി പ്രവർത്തിക്കുന്ന, ഇടനിലക്കാരായി പ്രവർത്തിക്കുന്ന സംഘത്തെ പിടികൂടാൻ കഴിയുകയുള്ളൂ. അല്ലെങ്കിൽ അവർ ഒരു കേസ് അല്ലെങ്കിൽ മറ്റൊരു കേസിലേക്ക് അടുത്ത സ്ഥലം കേന്ദ്രീകരിച്ച് വിദ്യാർത്ഥികളെ ക്യാൻവാസ് ചെയ്യും. കാരണം ഇത് കോടികളുടെ രൂപ അല്ലെങ്കിൽ കോടിക്കണക്കിന് രൂപയുടെ ഒരു കൊള്ളലാഭം ഉണ്ടാക്കുന്ന അല്ലെങ്കിൽ ഈ തട്ടിപ്പ് നടത്തുന്ന ഒരു സംഘമാണ്. അതുകൊണ്ട് തന്നെ അവർക്ക് അത് നിർബാധം തുടരാൻ വേണ്ടി പാവപ്പെട്ട വിദ്യാർത്ഥികളെ വീണ്ടും കരുക്കളാക്കും. കാരണം ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം അവർ ഇതിൽ കെണിയിലടക്കപ്പെടാൻ വളരെ എളുപ്പമാണ്. പണം ആവശ്യമുള്ള അല്ലെങ്കിൽ കൂടുതൽ പണമൊക്കെ വേണമെന്നൊക്കെ ചിന്തിക്കുന്ന ഒരു പ്രായത്തിൽ അല്ലെങ്കിൽ ഒരു വിദ്യാഭ്യാസ കാലഘട്ടത്തിൽ ഡിഗ്രി കാലത്തൊക്കെ ആ അവസരം, ആ ഒരു ആഗ്രഹം ചൂഷണം ചെയ്യാൻ വേണ്ടിയുള്ള ഒരു സംഘം ഇടപെടുന്നുണ്ട്. അതുകൊണ്ട് തന്നെ സംസ്ഥാന സർക്കാർ ഇക്കാര്യത്തിൽ ഇടപെടണമെന്ന് ആവശ്യപ്പെട്ടു. ഇപ്പോൾ വടകര കേന്ദ്രീകരിച്ച് വടകര ഈ കുറ്റ്യാടി നിയോജക മണ്ഡലത്തിലാണ് ഈ സംഭവം നടക്കുന്നത്. കുറ്റ്യാടി MLA കുഞ്ഞഹമ്മദ് കുട്ടി
മാസ്റ്റർ ഉൾപ്പെടെയുള്ളവർ ഈ വിഷയത്തിൽ ഇടപെട്ടിട്ടുണ്ട്. മുഖ്യമന്ത്രിക്ക് പരാതി നൽകിയിട്ടുണ്ട്. ഇക്കാര്യത്തിൽ സംസ്ഥാന തലത്തിൽ പോലീസിൻ്റെ ഭാഗത്തുനിന്ന് അന്വേഷണം നടത്തണമെന്ന് ഒരു പരാതി നൽകിയിട്ടുണ്ട്. ഏതായാലും നാട്ടുകാർ ഈ കാര്യമാണ് ആവശ്യപ്പെടുന്നത്. പ്രദേശത്തുള്ളൊരു നാട്ടുകാരൻ, ഒരു ശ്രീജിലാൽ എന്നൊരു വ്യക്തി നമ്മോട് പ്രതികരിച്ചു. അദ്ദേഹം ആവശ്യപ്പെടുന്നത് ഇക്കാര്യത്തിൽ സംസ്ഥാന സർക്കാരിൻ്റെ അടിയന്തരമായി ഇടപെടൽ, അന്വേഷണം വേണമെന്നാണ് അദ്ദേഹത്തിൻ്റെ അഭിപ്രായം. നമുക്ക് കേൾക്കാം. കോളേജിനകത്ത് എന്താണ് ഒരു സംഘം, ഇതിനിടയിൽ പ്രവർത്തിക്കുന്ന ഒരു സംഘം കുട്ടികളെ ഒരു ക്യാൻവാസിങ്ങിൻ്റെ ഭാഗമായിട്ട് പോക്കറ്റ് മണിക്ക് വേണ്ടിയിട്ട് ഇവരെ കൃത്യമായിട്ട് എന്താണ് ഉപയോഗിക്കുകയാണ്. പിന്നെ ഇവർ ഇതിൻ്റെ ഇടനിലയായിട്ട് നിൽക്കുന്ന ആളുകൾ ഇതിനകത്ത് ഒരു തരത്തിലും എന്ത് ചെയ്യുന്നില്ല, പെടുന്നില്ല. പാവപ്പെട്ട ആളുകളെ മക്കൾ ഇതിൻ്റെ ഭാഗമായിട്ട് കുടുങ്ങുകയാണ്. രക്ഷിതാക്കൾ ഇതൊന്നും അറിയുന്നില്ല. ഇപ്പം ഒരുപാട് ആളുകൾ ഇതിൻ്റെയൊക്കെ ചതിയിൽ പെട്ടുകയാണ്. ഈ പറയുന്ന അതിൽ പെട്ട ഒരു കക്ഷീൻ്റെ 40ഓളം ATM, ഇതിൻ്റെ പ്രധാനപ്പെട്ട ഈ 4 ആളുകൾ അറസ്റ്റ് ചെയ്തതിൽ 3 ആളുകൾ എന്താണ് ഇതിൻ്റെ ചതിക്കുഴിയിൽ വീണ ആളുകളാണ്. മറ്റൊരു കക്ഷി എന്താ വെച്ചാൽ ഇതിനകത്ത് കൃത്യമായിട്ട് ഈ സംവിധാനത്തിൻ്റെ ഭാഗമായിട്ട് ഇയാൾക്ക് മറ്റ് സംസ്ഥാനങ്ങളുമായിട്ട് ഉൾപ്പെടെ ബന്ധമുണ്ട്. അപ്പോൾ ഇവരെ മുഖാന്തരമാണ് ഈ കോളേജിലേക്ക് വരികയും കോളേജിൽ ഒരുപാട് കുട്ടികൾ ഇപ്പോൾ നിലവിൽ അതിനകത്തൊന്നും ഭാഗമാകാത്ത ഒരുപാട് കുട്ടികൾ, ഒന്നും അറിയാത്ത എത്രയോ കുട്ടികൾ ഇതിൻ്റെ ഭാഗമാവുകയാണ്. അപ്പോൾ ഏകദേശം 19-20 വയസ്സുള്ള വിദ്യാർത്ഥികളാണ് ഇതിൽ പെട്ടുപോകുന്നത്. മുഖ്യമന്ത്രിക്ക് ഉൾപ്പെടെ ഇതുമായി ബന്ധപ്പെട്ട് MLA മുഖാന്തരം, കുഞ്ഞമ്മൂട്ടി മാഷ് മുഖാന്തരം മുഖ്യമന്ത്രിക്ക് ഉൾപ്പെടെ ഇതുമായി ബന്ധപ്പെട്ടൊരു പരാതി നമ്മൾ ഇന്നലെ രക്ഷിതാക്കൾ എന്നുള്ളതൊക്കെ കൊടുത്തിട്ടുണ്ട്. അതുമായി ബന്ധപ്പെട്ട് സർക്കാർ തലത്തിൽ ഇത് സർക്കാരാണ് ഇതിനകത്ത് ഇടപെടേണ്ടത്. എന്താ വെച്ചാൽ ഇടനിലക്കാരെയാണ് നമുക്ക് എന്ത് ചെയ്യണം ഇതിനകത്ത് ശിക്ഷിക്കപ്പെടേണ്ടത്. ഷഹീദ്, ഈ കെണിയിൽ അകപ്പെടുന്നത് കുട്ടികളെ ഏത് തരത്തിലാണ് ബാധിക്കുക, അവരുടെ ഭാവി, അവരുടെ ജീവിതത്തെയൊക്കെ? നമുക്കറിയാം, തീർച്ചയായും ഈ ചെറുപ്രായത്തിൽ തന്നെ, വിദ്യാർത്ഥി കാലഘട്ടത്തിൽ തന്നെ ഇങ്ങനെ തട്ടിപ്പ് കേസുകളിൽ പെടുന്നത്, അതിൻ്റെ ഇടനിലക്കാരുമായി ബന്ധപ്പെടാനുള്ള അവസരം ഉണ്ടാകുന്നതൊക്കെ വലിയ ദൂരവ്യാപകമായ പ്രശ്നങ്ങളുണ്ടാകും. കാരണം ഈ വിദ്യാർത്ഥികളുടെ വരുംകാല ജീവിതത്തെ അത് എങ്ങനെയാണ് ബാധിക്കുക എന്നുള്ളത് വലിയ ആശങ്കയുണ്ടാക്കുന്ന ഒരു കാര്യം തന്നെയാണ്. കാരണം ഈ തട്ടിപ്പുമായി ചെറുപ്രായത്തിൽ തന്നെ ബന്ധമുണ്ടാക്കുന്നത് കുട്ടികളിൽ അത് ഇത്തരത്തിലുള്ള സാമ്പത്തിക തട്ടിപ്പ് സംഘത്തിലേക്ക് ആകർഷിക്കാനുള്ള വഴിയൊരുങ്ങുന്നു എന്നുള്ളത് ഏറ്റവും ആദ്യത്തെ പ്രശ്നമാണ്. കാരണം ഇങ്ങനെ ഈ ബാങ്ക് അക്കൗണ്ടുകൾ വഴിയൊക്കെ സാമ്പത്തിക തട്ടിപ്പ് നടത്താൻ കഴിയും എന്ന് കുട്ടികൾ ചെറുപ്രായത്തിൽ തന്നെ മനസ്സിലാക്കുന്നു, അതിൽ കണ്ണി ചേർക്കപ്പെടുന്നു എന്നുള്ളത് വലിയ കുറ്റകൃത്യങ്ങളിലേക്ക് കൊണ്ടുപോകാനുള്ളൊരു വഴി തെളിയിക്കുന്ന സാഹചര്യം ഉണ്ടാകും. മറ്റൊന്ന്, ഇങ്ങനെ വളരെ ചെറിയ പോക്കറ്റ് മണിയൊക്കെ ആഗ്രഹിച്ച് ഇതിനുവേണ്ടി ചെയ്യുന്ന ആളുകൾ വലിയ കേസുകളിൽ പെട്ട് ജയിലിൽ കുടുങ്ങുന്ന ഒരു സാഹചര്യം ഉണ്ടാകും. ഇങ്ങനെ പലതരത്തിലും വിദ്യാർത്ഥി ജീവിതത്തെയും അവരുടെ ഭാവി ജീവിതത്തെയും ആശങ്കയിലാക്കുന്ന, നമ്മുടെ നാടിനെ തന്നെ അപകടത്തിലാക്കുന്ന വലിയൊരു കുറ്റകൃത്യമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇക്കാര്യത്തിലുള്ള സംസ്ഥാനം, ഇപ്പോൾ ഭോപ്പാൽ പോലീസ് വന്ന് 4 കുട്ടികളെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയി. അതിൽ കൂടുതൽ അറസ്റ്റുകൾ ഉണ്ടാകുമോ എന്നൊക്കെ നമുക്ക് ഇനി അറിയേണ്ടത്. പക്ഷേ സംസ്ഥാനത്തെ പോലീസിൻ്റെ ഭാഗത്തും സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും ഈ തട്ടിപ്പ് സംഘത്തിൻ്റെ കേരളത്തിൽ പ്രവർത്തിക്കുന്ന ഇതിൻ്റെ കണ്ണികളെ കണ്ടെത്താനെങ്കിലും അടിയന്തരമായ ഒരു അന്വേഷണവും ഇടപെടലുമാണ് ഇക്കാര്യത്തിൽ ആവശ്യം. അക്കാര്യം ആവശ്യപ്പെട്ടാണ് ഇപ്പോൾ നാട്ടുകാർ MLA മുഖാന്തരം കത്ത് നൽകിയിരിക്കുന്നത്. ശരി ഷഹീദിന് നല്ല ദിവസമായിരിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. ഒപ്പം ഈ വിദ്യാർത്ഥികൾക്കും. കാരണം ഈ പ്രായത്തിൽ ഷഹീദ് പറഞ്ഞതുപോലെ വളർന്നോ എന്ന് ചോദിച്ചാൽ വളർന്നു, ഇല്ലേ എന്ന് ചോദിച്ചാൽ ഇല്ല. ആ പ്രായത്തിലുള്ള കുട്ടികൾ, ഒപ്പമുള്ളവരൊക്കെ വളരെ ആഡംബരത്തിൽ ചില കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ എനിക്കും അതിനോടൊപ്പം ആവണം എന്ന് സ്വാഭാവികമായും ആഗ്രഹം തോന്നും. പക്ഷേ അതൊക്കെയും ഉള്ളിൽ ഒതുക്കി നമ്മളെക്കൊണ്ട് കഴിയുന്ന വിധത്തിലേ മുന്നോട്ട് പോകാൻ കഴിയൂ എന്ന ഒരു അവബോധമൊക്കെ അവർക്ക് വരേണ്ടതുണ്ട്. അല്ലാത്ത സാഹചര്യത്തിലാണ് എത്രയും പെട്ടെന്ന് ഇത്തരം തട്ടിപ്പുകളിൽ ചെന്നുപെടാനുള്ള സാധ്യതയുള്ളത്, പണത്തിൻ്റെ ഒരു പ്രലോഭനത്തിൽ ചെന്നുപെടാൻ സാധ്യതയുള്ളത്. കുട്ടികളെ വിദ്യാഭ്യാസം എന്നത് ഒരു സർട്ടിഫിക്കറ്റിൽ ഒതുങ്ങി നിൽക്കുന്നത് ആവരുതൊരിക്കലും എന്നുകൂടി പറയാൻ ആഗ്രഹിക്കുകയാണ്.